ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. നമ്മൾക്ക് വീട്ടിൽ സബോള ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആണിയൻ മഞ്ചൂരിയനാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 3 സബോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു സബോളയുടെ പാതി മാത്രം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സബോളയും പിന്നെ ഒരു സബോളൻ്റെ പകുതി 2.5 സബോള ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവ് കോൺഫ്ലവർ മാവ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ കുറവായിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി. അതിനുശേഷം 1 ടീസ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ അളവ് ഞാനിവിടെ കടലമാവ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടലമാവിന് പകരം മൈദാമാവ് നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾ ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് വരിക. സബോളയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം അത് മിക്സായി കിട്ടും. നിങ്ങൾ നല്ലോണം കുഴയ്ക്കും തോറും നല്ലോണം അത് മിക്സായി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നല്ലോണം എല്ലാം ഒന്ന് ചേർന്ന പോലെ ഇങ്ങനെ വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ എല്ലാം അത് റെഡിയാക്കി എടുക്കണം. നിങ്ങൾ വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ട് കിട്ടില്ല. ആ സബോളയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമ്മൾക്ക് മാവ് കറക്റ്റായിട്ട് ഇതേപോലെ വരും. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മളെല്ലാം റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്ത ശേഷം നമ്മൾക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള അതിലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരും ഇതേപോലെ. ആ സമയത്ത് നിങ്ങളിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും റെഡിയാക്കി എടുക്കുക. റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ച ശേഷം ഞാനൊരു പാൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഇത് 3 നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആദ്യം സബോള കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ അളവ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവ് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ചില്ലി ഇല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് കോൺഫ്ലവർ മാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതൊന്ന് കുറുകി വരും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓനിയൻ്റെ ആ ഡിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഇത് വരുന്ന അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം മിക്സായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ആണിയൻ മഞ്ചൂരിയനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റില്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലേക്ക് ലഞ്ചിനെല്ലാം കൊടുത്തുവിടാൻ പറ്റില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വൺ ഡേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.